മലപ്പുറം വഴിക്കടവ് വെള്ളക്കെട്ടയിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥിയുടെ മരണത്തിന് ഇടയാക്കിയ അപകടം ഫെൻസിംഗിന് വൈദ്യുതി എടുക്കാൻ വേണ്ടി സ്ഥാപിച്ച കമ്പിയിൽ നിന്ന് പോലീസ് എഫ്ഐആർ. മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തിയെന്നും എഫ്ഐആറിൽ പരാമർശം. അനന്തുവിന്റെ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, ഈ എഫ്ഐആറിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലീസ് ഈ ഘട്ടത്തിലെത്തി നിൽക്കുന്ന നിഗമനങ്ങൾ ഏത് തരത്തിലാണ്? മറ്റൊന്ന്, ഈ അനന്തുവിൻ്റെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് എപ്പോഴേക്ക് പൂർത്തിയാകും? ബന്ധുക്കൾക്ക് മൃതദേഹം എപ്പോഴേക്ക് വിട്ടു നൽകും? വിപിൻ. റിജിത്ത്, ഈ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് BNS 105 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മനഃപൂർവ്വമായ നരഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത്. അനന്തുവിന്റെ ബന്ധു സുരേഷിന്റെ പരാതിയിലാണ് ഈ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. അനന്തുവിനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ സുരേഷിനും ഷോക്കേറ്റു എന്നുള്ളത് കൂടി ഇതിൽ പറയുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഫെൻസിങ്ങിനെ വൈദ്യുതി എടുക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച കമ്പിയിൽ നിന്നാണ് ഈ ഷോക്കേറ്റത് എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് അപകടം നടക്കുമെന്നുള്ളത് അറിഞ്ഞിരുന്നു. ജിത്തു, അപകടത്തിൽപ്പെട്ടത് കാലിൽ ഈ വൈദ്യുതി കമ്പി തട്ടിയതിനെ തുടർന്നിട്ടാണ് പെട്ടെന്ന് തന്നെ അത് ഷോക്കേൽക്കുകയും അപ്പോൾ രക്ഷിക്കാൻ ശ്രമിച്ച സുരേഷ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ വൈദ്യുതാഘാതം ഉണ്ടാവുകയും ചെയ്തു. അതിലാണിപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ എഫ്ഐആറിലുള്ളത്. ഏകദേശം 8 മണിയോടുകൂടിയാണ് ഈ സംഭവം എന്നുള്ളതും ഉണ്ടായിരുന്നു. അവിടെ മീൻ പിടിക്കാൻ പോയതായിരുന്നു ഇവർ. ആ സമയത്താണ് ഈ വൈദ്യുതി കമ്പിയിൽ തട്ടുകയും ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുകയും ചെയ്തത്. അത് ജില്ലാശുപത്രിയിലായിരുന്നു ഇന്നലെ മുതൽ അനന്തുവിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഇപ്പോഴത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ടായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. കാരണം അവിടെ പോലീസ് സർജൻ ഉൾപ്പെടെയുള്ളവർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സൗകര്യാർത്ഥം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഈ ആശുപത്രിയിൽ നിന്ന് മഞ്ചേരിയിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുന്നത്. ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുകയും ചെയ്യും. ഈ വെള്ളക്കെട്ട സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും മറ്റ് സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യുക. റിജിത്ത്, ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമല്ലേ? അതെ, ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടവരെല്ലാവരും തന്നെ ബന്ധുക്കളാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന യദുകൃഷ്ണനായാലും ഷാനു ആയാലും എല്ലാവരും തന്നെ ഏട്ടനാനിയന്മാരുടെ മക്കളാണ് എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെല്ലാം തന്നെ അവിടെയുള്ള ഒരു നഗറിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മീൻ പിടിക്കാനൊന്നും പോകുന്നതല്ല. ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു ഇന്നലെ ഫുട്ബോളൊക്കെ കളി കഴിഞ്ഞ് ഇത്തരത്തിൽ മീൻ പിടിക്കുന്നതിന് വേണ്ടി പോയതായിരുന്നു. അപ്പോഴാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. കൂടുതൽ പരിശോധനകൾ ഇത് എങ്ങനെ സംഭവിച്ചു, ഒപ്പം തന്നെ ഇതിലെ പ്രതിയിലേക്ക് കൂടുതൽ എത്തേണ്ടതുണ്ട്. പോലീസിനെ സംബന്ധിച്ച് അതിൽ അന്വേഷണം നടക്കുന്നു. റിജിത്ത്.